Hello everyone, welcome to another video. Today we are going to discuss the next topic in psychopathology. So let's start. Substance use and addictive disorders. Mainly substance induced organic disorders in the normal topic. So what are the substance disorders, substance induced disorders and just already substance induced disorders so അതുകൊണ്ടുണ്ടാവുന്ന ബ്രെയിൻ ഇമ്പയർമെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെലീരിയം ഡിമെൻഷ്യ ഒക്കെ പഠിച്ചു. അതേപോലെ തന്നെ അതിന്റെ ഒപ്പം ഉള്ളതാണ് അംനെസ്റ്റിക് ഡിസോർഡർ എന്നുള്ളത്. അംനെസ്റ്റിക് ഡിസോർഡേഴ്സ് ആക്ച്വലി ഓവറായിട്ടുള്ള ആൽക്കഹോൾ യൂസ് കൊണ്ടൊക്കെ വരുന്ന ഡിസോർഡറാണ് അംനെസ്റ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും ഉണ്ട്. ആൻഡ് ദെൻ നമ്മൾ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് മെയിൻ ആയിട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് 4 കാറ്റഗറി ആയിട്ടാണ് തിരിക്കാൻ പറ്റുക. ആൻഡ് ഇപ്പോഴത്തെ പുസ്തകങ്ങളിലൊക്കെ 3 കാറ്റഗറിയാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഡിപ്രസൻസ്, സ്റ്റിമുലൻസ്, ഹാലൂസിനോജൻസ്. നമുക്കിതാ ഇവിടെ തന്നെ കാണാൻ കഴിയും. ഡിപ്രസൻസ് സബ്സ്റ്റൻസ്, സ്റ്റിമുലൻസ് സബ്സ്റ്റൻസ്, ഹാലൂസിനോജൻ സബ്സ്റ്റൻസ്. ആൻഡ് ആക്ച്വലി ഒരു കാറ്റഗറി കൂടി ഉണ്ട്. ആൻഡ് അത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഓപ്പിയോയിഡ്സ് ഓർ നാർക്കോട്ടിക്സ് എന്നുള്ളതാണ്. സോ അങ്ങനെ 4 കാറ്റഗറിയാണ് പറയാറുള്ളത്. 3 കാറ്റഗറിയിലും പറയുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ ഓതർ. ആൻഡ് ഫസ്റ്റ് ഡിപ്രസൻറ്റ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള 3 അതിൽ വരുന്നത്. ആൽക്കഹോൾ, സെഡേറ്റീവ്, ഹിപ്നോട്ടിക് ഡ്രഗ് ആൻഡ് ഓപ്പിയോയിഡ്സ് എന്നാ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി ഓപ്പിയോയിഡ്സിൽ ഡിപ്രഷൻ ക്വാളിറ്റി ഉണ്ടെങ്കിൽ പോലും അത് നാർക്കോട്ടിക് ആയിട്ടുള്ള ഡ്രഗാണ്, അതായത് വേദന സംഹാരിയാണ് എന്നാണ് പറഞ്ഞത്. So what is a substance use disorder? Pattern of maladaptive behavior and reaction brought about by repeated use of a substance, sometimes also including tolerance for the substance and withdrawal reactions. Okay. So substance use disorder DSM-5 in the checklist and maladaptive pattern of substance use leading to significant impairment of stress. Presence of 2 or more following within 12 months of period. Substance often taking larger amount over. Persistent desire, unsuccessful effort to reduce controlled substance use. Then excessive time spent trying to obtain use or recover from effects of substance, and failure to fulfill major obligation of the work, and continue use of substance despite persistent social interpersonal problem caused by cessation or reduction of important social, occupational or recreational or recurrent. ആൻഡ് ഇങ്ങനെ ഇത്രയും സിംറ്റംസ് നമ്മൾ ഒത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ആൻഡ് ദെൻ വിഡ്രോവൽ എന്താണ്, ടോളറൻസ് എന്താണെന്നുള്ളത് ഞാൻ എടുത്ത് പറയുന്നില്ല, അറിയുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിപ്രസൻറ്റ് സബ്ജക്ട്സ്. സോ ഡിപ്രസൻറ്റ് സബ്സ്റ്റൻസ് നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഡിപ്രസൻറ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. ആൻഡ് ആൽക്കഹോൾ ആണ് ഏറ്റവും കൂടുതൽ ഡിപ്രസൻസ് ആണ്. അതായത് നമ്മുടെ ബോഡി ഫങ്ഷൻസ്, ബ്രെയിനിന്റെ ഫങ്ഷൻസ് ഡിക്ലൈൻ ചെയ്യിക്കാൻ കഴിയുന്നത് എന്തോ അതിനെയാണ് ഡിപ്രസൻസ് എന്ന് വിളിക്കുക. മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ആൽക്കഹോൾ ആണ്. ആൻഡ് alcoholic behavior contains ethyl alcohol, a chemical that is quickly absorbed into the blood through the lining of the stomach and intestine. And the ethyl alcohol immediately begin to take effects as it carries the bloodstream to the central nervous system. So എന്ത് ചെയ്യും, ബ്രെയിനിലേക്ക് അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഇറ്റ്സ് ആക്ട് ടു ഡിപ്രസ്, സ്ലോ ദ ഫങ്ഷനിങ് ബൈ ബൈൻഡിങ് ടു വേരിയസ് ന്യൂറോൺസ്. സോ അതിന്റെ ഫങ്ഷൻസ് കുറച്ച് കൊണ്ടുവരും. One important group of neurons to which ethyl alcohol bind are those that normally receive the neurotransmitter GABA. GABA എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് അഫക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് GABA carries the inhibitory messages, a message to stop firing when it receives a certain neurons. അതാണ് പറയുന്നത്. And then first ethyl alcohol depresses the areas of brain that control judgment, inhibition. Normally judgment, inhibition ഒക്കെ എന്ത് ചെയ്യും, അത് കൺട്രോൾ ചെയ്യാൻ people become looser, more talkative and often more friendly. And then inner control breakdown, they may feel relaxed, confident and happy. And when more alcohol is absorbed, it slows down additional areas in the central nervous system, leaving the drinkers less able to make sound judgment. Their speech less careful and less clear, and their memory weaker. Many people become highly emotional and perhaps loud to aggressive. Normally സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ദെൻ ആൽക്കഹോൾ യൂസ് ഡിസോർഡേഴ്സിൽ നമുക്കറിയാം ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ നിന്നുണ്ടാവും ടെട്രാഹൈഡ്രൽ ഐസോഫെനോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അഡിക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവാറുള്ളത്. ആൽക്കഹോൾ യൂസ് ഡിസോർഡേഴ്സ് ആണ് വരാറുള്ളത്. ക്ലിനിക്കൽ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറലി സ്പീക്കിംഗ് പീപ്പിൾ വിത്ത് ആൽക്കഹോൾ ഡിസോർഡർ ഡ്രിങ്ക് ലാർജ് എമൗണ്ട് ഓഫ് റെഗുലർ enable them to do things that otherwise make anxious, and eventually
drinking interfere with their social behavior and ability to think and work. So cognitive ability il endu brain il varaanadil cognitive ability il problems undaki, and they may have frequent arguments with family members and friends, miss work repeatedly, and even lose their jobs. And MRI scans of chronic heavy drinkers have revealed damage in various regions of brain and corresponding impairment in the short-term memory, speed of thinking, attentional skill, and balance. Okay. സോ ഈ ഒരു ഏരിയയിലൊക്കെ എന്തുണ്ടാവും, ഓവറായിട്ടുള്ള ഡ്രിങ്കേഴ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഓർഗാനിക് പ്രോബ്ലംസ് സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ. ആൻഡ് ദെൻ പിന്നെന്തുണ്ടാവും, and for many individuals alcohol use disorder includes symptom tolerance withdrawal reaction. Tolerance withdrawal reaction നമുക്കറിയാം. ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എമൗണ്ട് കൂടി വരുന്നു, വിഡ്രോവൽ റിയാക്ഷൻ എന്നാൽ കിട്ടാതായി കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു റിയാക്ഷൻസ് ആണ് പറയുന്നത്. And in addition, they experience withdrawal symptoms when they stop drinking. Within hours of their hands, tongue and eyelids begin to shake. They feel weak, nauseated, they sweat, vomit, and their heart beat rapidly and their blood pressure rise. This may be also become anxious, depressed, unable to sleep or irritable. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർക്ക് കറക്റ്റ് വിഡ്രോവൽ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഏകദേശം 48 hours ആണ് നോർമലി പറയാറുള്ളത്. അതിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. A small percentage of these individuals experience a particular dramatic withdrawal reaction called delirium tremens. Okay, നമ്മൾ ആദ്യം പറഞ്ഞ ഡെലീരിയത്തിലേക്ക് എത്തി, ഓർഗാനിക് ഡിസോർഡർ, അക്യൂട്ട് ഓർഗാനിക് ഡിസോർഡറിലേക്ക് എത്തും. ഓക്കെ. And it's delirium tremens എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a dramatic withdrawal reaction experienced by some people with alcoholism. It consists of confusion, clouded consciousness and terrifying visual hallucinations. Think alcohol use ആണ് ചെയ്തു തുടങ്ങിയത്. സോ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഡെലീരിയത്തിലേക്ക് എത്തി. And some people see small frightened animals chasing or crawling on them, object dancing. That's hallucinations ആണ് പറയുന്നത്. ഒബ്ജക്ട് ഡാൻസിങ്ങും അതേപോലെ ജീവികള് ദേഹത്ത് വലിഞ്ഞു കയറുന്നതൊക്കെ ഹാലൂസിനേഷനോട് ഇതായിട്ട് വരുന്നതാണ്. Then long-term excessive drinking also cause major nutritional problems. Nutritional problems പോലുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. Alcohol makes people feel full and lower their desire for food. Okay. And yet it has no nutritional value. As a result, chronic drinkers may become malnutrition, weak and prone to disease. Their vitamins and minerals deficiency may also cause problems. An alcohol-related deficiency of vitamin B, thiamine, for example, may lead to Korsakoff syndrome. The അടുത്ത സാധനം വന്ന് ഓർഗാനിക് ഡിസോർഡർ തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. A disease marked by extreme confusion, memory loss, other neurological symptoms, and people with Korsakoff syndrome cannot remember the past or learned new information and may make up for their memory losses by confabulating, reciting made up events to fill in the gaps. So memory losses സംഭവിക്കാൻ തുടങ്ങും, അംനേഷ്യ വരാൻ തുടങ്ങും, പ്രോബ്ലംസുകളൊക്കെ വരാൻ തുടങ്ങും. ഇതൊക്കെ ആൽക്കഹോൾ യൂസ് കൊണ്ടാണ് വരുന്നത്, ഓവറായിട്ടുള്ള എക്സസീവ് ഡ്രിങ്കിങ് കൊണ്ടാണ് വരുന്നത്. And finally, women who drink during pregnancy place their fetus at risk. നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ, ഓവറായിട്ട് ലൈക്ക് ഗർഭസ്ഥാവസ്ഥയിലിരിക്കുന്ന സമയത്ത് സ്ത്രീകൾ ആൽക്കഹോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം ഉണ്ടാവും. അത് കുട്ടികൾക്കാണ് കൂടുതൽ അബ്നോർമാലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഓരോ ഫേസ് ഡിഫോർമാറ്റി ഉണ്ടാവും, ഹേർട്ട് ഡിഫക്ട്സ് ഉണ്ടാവും, ഗ്രോത്തിൽ ഡിക്ലൈൻസ് ഉണ്ടാവും, ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാവും. ഓക്കെ. ദെൻ അത്രയാണ് ആൽക്കഹോൾ യൂസ്ഡ് ആയിട്ട് വരുന്ന സംഭവം. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരുന്ന അംനസ്റ്റിക് ഡിസോർഡറുകൾ ഉണ്ടാവും. ഇതിൽ പറഞ്ഞ പോലെ തന്നെ അംനസ്റ്റിക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. ആൻഡ് സെഡേറ്റീവ് ഹിപ്നോട്ടിക് ഡ്രഗ് ആൻഡ് ഹിപ്നോട്ടിക് ഡ്രഗുകളാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രഗ് യൂസ്ഡ് ഇൻ ലോ ഡോസ് ടു റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് ഇൻ ഹയർ ഡോസ് ടു ഹെൽപ്പ് പീപ്പിൾ സ്ലീപ്പ്, ആൾസോ കാൾഡ് anoxylatic drugs. And this means feeling a relaxation and drowsiness at low dosage. Okay, ചെറിയ ഡോസേജിലാണ് കൊടുക്കുക. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇതാണ് ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്നത്. ഇതും ഡിപ്രസൻസ് ആണ്. These drugs are usually taken in a pill and capsule form. In low doses, they reduce personal level of excitement in same way that alcohol does by attaching to receptors on neuron that receive the inhibitory neurotransmitter GABA, and by helping GABA operates at those neurons. People can get intoxicated from large doses of barbiturates just as they do from alcohol. Okay, repeated use of barbiturates can quickly result in sedative hypnotic use disorders. Okay, and users
intoxicated, irritable and unable to do their work. ഇതാണ് മെയിൻ ആയിട്ട് അതിൽ പറയുന്നത് സെഡേറ്റീവ് ഹിപ്നോട്ടിക് യൂസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. സം ഓർഗനൈസ് their living around during need increased amount of their calm down, fall asleep, by greater danger, barbiturate tolerance, lethal dose of drug use എന്ന് മരണം വരെ സംഭവിക്കാം എന്നുള്ളതാണ്. And then അടുത്ത് benzodiazepine and anti-anxiety drug developed in 1915s. Okay, and ഇവിടെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആൽക്കഹോൾ ആൻഡ് ബാർബിറ്ററേറ്റ് they calm people by binding to receptors on the neurons that receives GABA, and by increasing GABA's activity at those neurons. And these drugs, however, relieve anxiety without making people drowsy as other kind of sedative hypnotics. They are also less likely to slow a person's breathing. Okay, and death in the events. അതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ഇവിടെ ഈ ഒരു ഇത് കോമറിന്റെ പുസ്തകമാണ് കേട്ടോ. കോമറിന്റെ പുസ്തകത്തിൽ കൊടുത്തുള്ള ഒപ്പിയോയിഡ്സ് ലൈക്ക് ഡിപ്രഷൻ കാറ്റഗറിയിലായിട്ടാണ്. ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പിയോയിഡ്സ് ആക്ച്വലി നാർക്കോട്ടിക് കാറ്റഗറി അല്ലെങ്കിൽ ഒപ്പിയോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്നതാണ് സബ്സ്റ്റൻസിന്. പക്ഷേ ഒപ്പിയോയിഡിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒപ്പിയോയിഡിന് എന്താ നാർക്കോട്ടിക്സിന്റെ ഒരു ഫങ്ഷനിങ് ഉണ്ട്, ഡിപ്രസൻസിന്റെ ഫങ്ഷനിങ് ഉണ്ട്, ചിലത് ഹാലുസിനോജന്റെ ഫങ്ഷൻസും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ പല പുസ്തകങ്ങളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്രസൻസിന്റെ താഴെയും ഒപ്പിയോയിഡ്സ് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ആൻഡ് opium itself has been used for thousands of years, mainly pain relief ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ചെയ്യുന്നത്. Its ability to reduce both physical and emotional pain. ഓക്കെ, രണ്ടും റിലീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലേറ്റവും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് മോർഫിൻ എന്ന് പറയുന്നത്. മോർഫിൻ നമ്മൾ യുദ്ധങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മളെ പട്ടാളക്കാർ യൂസ് ചെയ്യാറുണ്ട്. അതായത് കയ്യോ കാലോ എന്തെങ്കിലും മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ മോർഫിൻ കുത്തി വെച്ചാൽ മതി, വേദന കുറച്ച് നേരത്തേക്ക് അറിയത്തില്ല. ഓക്കെ, സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മോർഫിൻ പോലുള്ള സംഭവങ്ങൾ. Opioids create these effects by depressing the central nervous system, particularly the center that helps control emotions. So emotions control ചെയ്യുന്ന ഭാഗത്തിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് എഫക്ട് ചെയ്യുക. The drug attached to brain receptor site that ordinarily receive endorphins. Endorphin എന്താണെന്നുള്ള അറിയാം നമുക്ക് പ്ലഷർ നൽകുന്നതാണ്. And then neurotransmitters that help relieve pain and reduce emotional tension. When neurons at these receptors site receive opioids, they produce pleasurable calming feelings just as they would do if they were receiving endorphins. Okay, so apparana namukku pleasure kittum, namukku pain relieve cheyan pattum. In addition to reducing pain and tension, opioids causes nausea and narrowing of the pupil and constipations normally undagunnadana. And opioid use disorders ennu parnal the use of heroin interferes significantly with their social and occupational functioning. Normally പറഞ്ഞ പോലെ തന്നെ social functioning ഉണ്ടാവും. Then withdrawal reaction ഉണ്ടാവും, stop talking പോലുള്ള സംഭവങ്ങൾ. And then withdrawal symptoms are anxiety, restlessness, sweating, rapid breathing, twitching, aches, fever, vomiting, diarrhea, loss of appetite, high blood pressure, weight loss up to 15 pounds. That's അവരുടെ approximate like അവരുടെ റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. And these symptoms usually peak by the third day and gradually subsides and disappear by the 8th day. A person in heroin withdrawal can be either wait out the symptoms or end with withdrawal by taking a drug again. So അതുണ്ടാവാം. So എന്താണ് ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the most immediate danger of heroin is an overdose which closes down the respiratory center in the brain. So ബ്രെയിനിലെ റെസ്പിറേറ്ററി സെന്റർ ക്ലോസ് ചെയ്യാൻ എന്ത് പറ്റും, ഒപ്പിയോയിഡ് യൂസിന് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആൽമോസ്റ്റ് പാരലൈസിങ് ബ്രീത്തിങ് ആൻഡ് ഇൻ മേ കേസ് കോസിങ് ഡെത്ത്, മേ ബി മരണം വരെ സംഭവിക്കാനും സാധ്യത. ഡെത്ത് ഈസ് എ പെർട്ടിക്കുലർലി ലൈക്ലി ഡ്യൂറിങ് സ്ലീപ്പ് when a person is unable to fight this effect by consciously working to breathe. People who resume heroin use after having avoided it for some times often make fatal mistakes of taking the same dose they had built up to before. So because their body have to be worn out heroin for some times, and however they can no longer tolerate this high level. So അതുകൊണ്ട് എന്ത് ചെയ്യാം, മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അത്രയാണ് ആക്ച്വലി ഡിപ്രഷൻ കാറ്റഗറിയിൽ നമുക്ക് പറയാനുള്ളത്. മെയിൻലി ബ്രെയിനിൽ കുറേ എഫക്റ്റുകൾ ഇത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, നമ്മളെ സോഷ്യൽ ഫങ്ഷനിങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഡിപ്രഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്ലോ ഡൗൺ ചെയ്യിക്കലാണ് മെയിൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസിൽ ഡിപ്രസൻസിന്റെ ഒക്കെ മേജർ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.